ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഗോതമ്പ് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുബൂസിൻ്റെ സെയിം ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് മാവ് കുഴക്കുകയോ അത് പരത്തിയോ ഒന്നും ആവശ്യമില്ല. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് ഗോതമ്പ് പൊടി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ചെറിയൊരു പാത്രത്തിന് അളന്നെടുത്താലും മതി, ഇല്ലെങ്കിൽ കപ്പളവാണെങ്കിലും അങ്ങനെ ചെയ്യാം. ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു മാവ് കലക്കിയെടുക്കേണ്ടത്. ഒരുപാട് തിളപ്പിച്ച വെള്ളം എടുക്കരുത്. ചെറിയ ചൂടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ദോശമാവിൻ്റെ ആ ഒരു പാകത്തിനാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസാക്കി കളയരുത് കേട്ടോ. നമ്മൾ കുറച്ച് കട്ടിയായിട്ട് തന്നെ മാവ് കലക്കിയെടുക്കുക. ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച ആ ഒരു ടെക്സ്ചറിൽ ചുട്ടെടുക്കാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾ ദോശമാവിൻ്റെ ആ ഒരു പാകത്തിനാക്കിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെള്ളം കൂടി പോകണം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പാകത്തിനാക്കിയിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് പൊങ്ങാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം. ചൂടുള്ള സ്ഥലത്താണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. 1 മണിക്കൂറിൽ കൂടുതൽ വെക്കരുത് കേട്ടോ. മാവ് പുളിപ്പിക്കരുത്. പുളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റൊട്ടിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഞാനൊരു 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ 1 മണിക്കൂറാകുമ്പോൾ തന്നെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേ സംഭവം നിങ്ങൾക്ക് മൈദയിലും ചെയ്യാം കേട്ടോ. മൈദയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈദൻ്റെ കുബൂസ് കഴിക്കണ ആ ഒരു തന്നെയാണ് കിട്ടുക. അപ്പോൾ ഗോതമ്പിലായതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഒരു പാനോ ഒരു തവയോ നമുക്ക് ചൂടാക്കിയിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു തവ ചൂടാക്കിയിട്ട് ഓരോ കയ്യിലും മാവയിൽ ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഒരുപാട് കനം കുറച്ചിട്ട് പരത്തിയെടുക്കണ്ട കേട്ടോ. കുറച്ച് കനത്തോട് കൂടി തന്നെ പരത്തിയെടുക്കുക. നമ്മൾ ദോശയ്ക്ക് ചുടുമ്പോൾ ഒരുപാട് കട്ടി കുറച്ചിട്ടല്ലേ ചെയ്യുക, അത്ര വേണ്ട. കുറച്ച് കട്ടിയോട് കൂടി തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. ഇപ്പോൾ ദോശ പോലെ കുറേ ഹോളുകൾ ഉണ്ടാവും. അത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് പോകും കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചട്ടകം വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 2 ഭാഗം ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്തിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഉൾഭാഗം ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ആ ഒരു ദോശൻ്റെ ആ ഒരു ടെക്സ്ചറിന് മാറും കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് 2 ഭാഗവും അതേപോലെ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ചട്ടകം വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരന്ന സ്റ്റീൽ കപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ 2 ഭാഗം ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കണം. എന്നാലും ഉൾഭാഗം നന്നായിട്ട് വേവുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു ദോശൻ്റെ ആ ഒരു ഇതിന് മാറുള്ളൂ. അപ്പോൾ 2 ഭാഗവും നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ചുട്ടെടുക്കാം. ഇനി നിങ്ങൾക്ക് ഈസ്റ്റ് അതുപോലെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ ഗോതമ്പ് പൊടിയും വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ കലക്കിയിട്ട് ചപ്പാത്തി പോലെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ചപ്പാത്തിയൊക്കെ കുഴച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചുട്ടാലും ചപ്പാത്തിയുടെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എളുപ്പത്തിനൊക്കെ ചെയ്യാം കേട്ടോ. ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേഗം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്. എല്ലാവർക്കും എപ്പോഴും മാവൊക്കെ കുഴച്ചുണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ സമയമില്ലാത്തപ്പോൾ അതുപോലെ നമുക്ക് എന്തെങ്കിലും സുഖമില്ലാത്ത സമയത്തൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. കുട്ടികളൊക്കെ പെട്ടെന്നൊക്കെ ഒരു കുബൂസ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്തൊക്കെ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മാവൊക്കെ നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചുട്ടെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സാധാരണ നമ്മൾ കുബൂസ് ഉണ്ടാക്കുന്ന ആ ഒരു ഇതല്ല കേട്ടോ. എന്നാലും റൊട്ടിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. കുബൂസിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെട്ട കറിയാണോ അതൊക്കെ ഇതിൻ്റെ കൂടി നന്നായിട്ട് മാച്ചായി പോവും. അപ്പോൾ കുറച്ച് വലിയതാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വലിയതാക്കിയിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതി. കുഞ്ഞു ഇതാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ കുറേശ്ശെ മാവ് ഒഴിച്ചിട്ട് ചുട്ടെടുത്താൽ മതി. അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് സാധാരണ കുറച്ച് തവിടുള്ള ഗോതമ്പ് പൊടിയാണെങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ പൊടിച്ചെടുത്തിട്ടുള്ള അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തവിടോട് കൂടി തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ആൾക്കും ഈസ്റ്റിൻ്റെ ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവർക്കാണ് ഞാൻ പറഞ്ഞത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതി.
അധികം ആൾക്കും പ്രോബ്ലം ഈ ഒരു ഈസ്റ്റിൻ്റെ ആ ഒരു സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ മുഴുവനൊന്നും ചുട്ട് കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പാനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഇത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം ചുട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമ്മളിവിടെ ചുട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുബൂസിനേക്കാളും നല്ല സോഫ്റ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വായിലിട്ട് അലിഞ്ഞിറങ്ങുന്ന ആ ഒരു ടെക്സ്ചറാണ് ഇതിന്. അപ്പോൾ ഒരു ദോശ പോലെ ചുട്ടെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഈസിയും ടേസ്റ്റിയും ഒക്കെ ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.